ഹലോ എവ്രി വൺ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ലണ്ടനിൽ പോകണമെന്നുള്ളത്. അങ്ങനെ ഞാനൊരു സോളോ ട്രിപ്പ് പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തത് ലൈം ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഹോളിഡേ ഇന്നിൻ്റെ ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. അത്യാവശ്യം വളരെ നല്ല സൗകര്യമുള്ളൊരു ഹോട്ടലാണിത്. അതുപോലെ തന്നെ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള അട്രാക്ഷൻസിന്റെ അടുത്തുനിന്ന് വളരെ അടുത്താണ് ഈ ഹോട്ടൽ. ഇവിടെ നിന്നുള്ള വിൻഡോ വ്യൂ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. റോഡാണെങ്കിലും റിവർ ആണെങ്കിലും റിവറിലൂടെ പോകുന്ന ബോട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് നേരം കണ്ടിരിക്കാൻ തോന്നും. ഡേ വ്യൂവിനേക്കാളും എനിക്ക് നൈറ്റ് വ്യൂ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഞാൻ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ് പോയത്. രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ എന്നെ ടാക്സിക്കാരൻ ടവർ ബ്രിഡ്ജിന്റെ റോഡിലാണ് ഇറക്കിയത്. അവിടെ നിന്ന് ഞാൻ നടന്നിട്ട് ബ്രിഡ്ജിലോട്ട് പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് നല്ല മഴ, നല്ല ക്ലൈമറ്റ്, അതുകൂടാതെ ഈ ഒരു വ്യൂ. ഈ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിവർ, അതിലൂടെ പോകുന്ന ബോട്ട് എല്ലാം കാണാം. ബ്രിഡ്ജിന്റെ താഴെയാണെങ്കിലും ഇവര് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ബോട്ടാണെങ്കിലും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയുള്ള ഒരു ചേട്ടന്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞു. കാരണം നമ്മൾ സോളോ ട്രിപ്പ് പോകുമ്പോൾ മിക്കവാറും നമുക്ക് ഫോട്ടോസ് അധികം കിട്ടാറില്ല. പിന്നെ ഈ ബ്രിഡ്ജിന്റെ താഴെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. ഈ ബ്രിഡ്ജ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിന്റെ എഞ്ചിന്റെ പ്രവർത്തന രീതി എന്താണെന്നൊക്കെ ഇവിടെയുള്ള ഗൈഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് കഴിഞ്ഞ് ഞാൻ പോയത് താഴെയുള്ളൊരു പാർക്കിലാണ്. ആ പാർക്കിൽ കുറച്ചു നേരം ഇരുന്നിട്ട് ഞാൻ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആ നടക്കുമ്പോൾ ഞാൻ ലണ്ടനിലെ ടോളസ്റ്റ് ടവർ, ദ ഷാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോളസ്റ്റ് ടവർ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ട്യൂബ്, ഇവിടെ മെട്രോ അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് മെട്രോനെയാണ് ട്യൂബ് എന്ന് പറയുന്നത്. ട്യൂബിലോട്ടാണ്. കാരണം എനിക്ക് ഹെറൗട്ട്സിലേക്ക് പോകണമായിരുന്നു. അത് കിങ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ അവിടെ പോയി ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ലീഡൻ ഹാൾ മാർക്കറ്റ് കാണാൻ പോയി. ഇതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടാവണം തോന്നുന്നു അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ഒരു ഫേമസ് കേക്ക് ഷോപ്പിൽ നിന്ന് കേക്കൊക്കെ കഴിച്ച് ഞാൻ പോയത് പിക്കഡിലി സർക്കസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതും ഒരു മാർക്കറ്റ് ഏരിയ തന്നെയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് സ്ട്രീറ്റിലൊക്കെ വലിയ വലിയ ബ്രാൻഡിന്റെ ഷോപ്സ് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പോയത് ട്രഫൽഗാർ സ്ക്വയറിലേക്കാണ്. ഇവിടെ ഒരു 4 സിംഹത്തിന്റെ പ്രതിമ, അതുപോലെ ഫൗണ്ടൻ, ഒരുപാട് ആൾക്കാർ വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കണം കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ പോയത് ചൈന സ്ക്വയറിലാണ്. ഈ ചൈന സ്ക്വയറിൽ ഒരുപാട് നല്ല സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്തു. അതേ സമയത്ത് തന്നെ ഇവിടെ സ്ട്രീറ്റിൽ ആൾക്കാർ ഡാൻസ് ചെയ്യുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഒരുപാട് നേരം അവിടെ ഇരുന്നു. അപ്പോഴേക്കും ഈവനിങ് ആയി. അവിടുന്ന് പിന്നെ ഫുഡ് കഴിച്ച് ഞാൻ ഡയറക്റ്റ് ഹോട്ടലിലേക്ക് പോയി. സെക്കൻഡ് ഡേ ഞാൻ മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ലിഫ്റ്റിൽ നിന്ന് സെൽഫി ഒക്കെ എടുത്ത് ഫസ്റ്റ് പോയത് മാഡം ടുസേ മ്യൂസിയത്തിലേക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടെ പല ഫേമസ് സെലിബ്രിറ്റികളുടെയും വാക്സിൽ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തു. എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് രൺബീറിന്റെ കൂടെ എടുത്ത ഫോട്ടോ ആണ്. 2-3 ഫോട്ടോ ഞാൻ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് എടുത്തുതരാൻ പറഞ്ഞു. പക്ഷെ ബാക്കിയെല്ലാം സെൽഫി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മ്യൂസിയം കൂടെയുണ്ട്. അപ്പൊ ഇതൊരു ട്രെയിന് പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മൂവി കാണുന്നത് പോലെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം ലണ്ടന്റെ ഹിസ്റ്ററി ഒക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ അവർ വിവരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാനൊരു സൈക്കിൾ റിക്ഷ എടുത്തിട്ട് വെസ്റ്റ് മിനിസ്റ്റർ അബേ പോയി. അപ്പൊ ഈ സൈക്കിൾ ഓടിക്കുന്ന ആള് എനിക്ക് ഈ ലണ്ടനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത്, എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇതാണ് വെസ്റ്റ് മിനിസ്റ്റർ അബേ.
ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഡയന രാജകുമാരിയുടെ ഒക്കെ കല്യാണമൊക്കെ നടന്നതും എലിസബത്ത് രാജ്ഞി മരിച്ചപ്പോൾ ഉള്ള ചടങ്ങുകളൊക്കെ നടന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇതിനുള്ളിലൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. ഈ മ്യൂസിയത്തിൽ ഇവരുടെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒറിജിനൽ അല്ല, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് സാമ്യതയുള്ള കിരീടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ പോയത് ബിഗ് ബെന്നിലേക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയാണോ സമയം ആ സമയത്തിനനുസരിച്ചിട്ട് അത്രയും തവണ അവിടെ ബെല്ല് മുഴങ്ങും. ഇത് ബക്കിംഗ്ഹാം പാലസിന്റെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ലണ്ടൻ ഐ കാണാൻ പോയി. അവിടുന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ലണ്ടൻ ഐയിലേക്കുള്ളൂ. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ലണ്ടൻ ഐന്റെ ഉള്ളിലേക്ക് കയറി. വളരെ നല്ല കാഴ്ചയാണ്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. നമുക്ക് ബക്കിംഗ്ഹാം പാലസ് ആണെങ്കിലും റിവർ ആണെങ്കിലും ബ്രിഡ്ജ് ആണെങ്കിലും എൻറ്റയർ ലണ്ടൻ നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിന്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്